ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. പ്രൈം ടൈം ന്യൂസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൾക്കൂട്ട വിചാരണ ഉണ്ടായിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. മിഥില ബാലനുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ കോഴിക്കോട് നിന്ന് മിഥില, എന്തൊക്കെ കണ്ടെത്തലുകളുണ്ട് ക്രൈംബ്രാഞ്ചിന്റേതായി? ഉന്മേഷ്, ഏറെ വിവാദമായ ഒരു കേസായിരുന്നു ഇത്. ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണം കഴിഞ്ഞ വർഷം ഫെബ്രുവരി 11 ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട കൂട്ടിരിപ്പിനായിരുന്നു ഇദ്ദേഹം ഇവിടെ എത്തിയിരുന്നത്. പിന്നീട് ഫെബ്രുവരി 11 മെഡിക്കൽ കോളേജ്, അതായത് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് തൊട്ടു മുന്നിലെ ആളൊഴിഞ്ഞ പറമ്പിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വിശ്വനാഥനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആൾക്കൂട്ട വിചാരണയിൽ മനംനൊന്ത് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ആദ്യഘട്ടം മുതൽ ഉയർന്ന ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി കുടുംബമെല്ലാം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം സ്റ്റേറ്റ് പോലീസായിരുന്നു ഇത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന കുടുംബത്തിന്റെ പരാതിയും അല്ലെങ്കിൽ കുടുംബം മറ്റ് അന്വേഷണം നടത്തണമെന്ന ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് ഏറ്റെടുത്തത്. ആ ക്രൈംബ്രാഞ്ചാണ് ഇന്ന് ജില്ലാ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പരാതിയിൽ പറയുന്നത് പോലെയുള്ള ആൾക്കൂട്ട വിചാരണ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ നടന്നതായി തെളിയിക്കത്തക്ക CCTV ദൃശ്യങ്ങളൊന്നും തന്നെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തിപരമായ കാരണങ്ങളാലാവും വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തത് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ടാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അന്ന് തന്നെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രാത്രി പുലർച്ചെ 12 മണി മുതൽ 1 മണി വരെയുള്ള CCTV ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ വിശ്വനാഥൻ ഈ ആശുപത്രിക്ക് മുന്നിൽ നിൽക്കുന്നതും പിന്നീട് അവിടെ നിന്നും ഓടിപ്പോകുന്നതും ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഓടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കളിയാക്കലോ മറ്റോ ഉണ്ടായിട്ട് അതിൽ മനംനൊന്നിട്ടാണോ വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തത് എന്ന ഒരു പരാതിയെല്ലാം കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പരാതിക്ക് അടിസ്ഥാനമില്ല എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ജില്ലാ കോടതിയിൽ നൽകിയിട്ടുള്ളത്. ഉന്മേഷ്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയെ ഉന്നമിട്ട് പ്രതിപക്ഷം. എക്സാലോജിക്കിന് എതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ വീണ വിജയനെ പരിരക്ഷിക്കേണ്ട ആവശ്യം CPIM-ന് ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ രാഷ്ട്രീയ പ്രചാരണത്തെ പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ BJP അജണ്ടയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. രേഖകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കാനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. എക്സാലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചതിനു പിന്നാലെ പ്രതിരോധം തീർത്ത് ഇടതുമുന്നണി നേതാക്കൾ. എക്സാലോജിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ ബോധപൂർവമായ രാഷ്ട്രീയ പ്രചാരണം നടക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്കുള്ള വഴി ഇതാ എന്ന് പ്രഖ്യാപിക്കലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ വളരെ തെറ്റായ ഒരു നിലപാടാണ്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൂട്ട് എന്ന രീതിയിലുള്ള പ്രചരണത്തിന് മാത്രമാണ് അവരുദ്ദേശിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നത് BJP നിർദ്ദേശപ്രകാരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ LDF-ന്റെ മുഖ്യമന്ത്രിയാക്കാൻ കണ്ടിട്ട് രാഷ്ട്രീയ നീക്കമുണ്ട്, അജണ്ടയുണ്ട്. അത് BJP-യുടെ അജണ്ടയാണ്. ആ BJP അജണ്ടയ്ക്ക് വേണ്ടി പലപ്പോഴും കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട്. വീണ വിജയന് CPIM പരിരക്ഷ നൽകേണ്ട ആവശ്യമില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടെങ്കിൽ LDF കൺവീനറുടെ അഭിപ്രായം ഇങ്ങനെ. കമ്പനി ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു സ്ഥാപനം മാത്രമാണത്. അവർക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവകാശമില്ല. ഞാൻ ROC എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ്. അവർ കമ്പനിയുടെ കാര്യം നോക്കി നടത്താനുള്ളവരാണ്. അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് അതിലെഴുതുക? ഒരു റിപ്പോർട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടാവുമോ? വസ്തുതയാവുമോ? വിഷയത്തിൽ CPIM പ്രതിരോധത്തിലായതോടെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. അന്വേഷണം അട്ടിമറിക്കാൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ ഇടനിലയിൽ BJP-യും CPIM-ഉം ധാരണയുണ്ടാക്കിയെന്ന് VD സതീശൻ. അപ്പം മുരളീധരൻ ഇതിൻ്റെ അകത്തൊരു പ്രതിയാണ് എന്ന് വെച്ചാൽ ഇടനിലക്കാരനാണ്. ഈ പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഇടനിലക്കാരനാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് K മുരളീധരൻ MP പറഞ്ഞു. ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചത് യുക്തിരഹിതമെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.
KSRTCയിൽ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നും ഇനി വാങ്ങില്ല എന്നുമുള്ള മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട് തള്ളി CPIM. LDFന്റെ നയപരമായ തീരുമാനമാണ് ഇതെന്നും ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. മന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ലെന്നും ജനങ്ങളുടെ വികാരമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചത് എന്നും VK പ്രശാന്ത് MLA അറിയിച്ചു. ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ലെന്ന ഗതാഗത മന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് വിവാദത്തിന് ചൂടുപിടിക്കുന്നത്. മന്ത്രിയെ ഫേസ്ബുക്കിലൂടെ പരോക്ഷമായി വിമർശിച്ച വട്ടിയൂർക്കാവ് MLA VK പ്രശാന്താണ് ആദ്യം രംഗത്തെത്തിയത്. ഇലക്ട്രിക് ബസ്സുകൾ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഇടതുപക്ഷം നയപരമായി തീരുമാനിച്ചാണ് ബസ്സുകൾ നിരത്തിലിറക്കിയത്. സർവീസുകൾ ലാഭകരമാക്കുകയാണ് KSRTC ചെയ്യേണ്ടതെന്നുമായിരുന്നു VK പ്രശാന്തിന്റെ കുറിപ്പ്. ഇതിന് പിന്നാലെയാണ് മന്ത്രിയെ തള്ളി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയത്. മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടല്ലേ പരിശോധിക്കട്ടെ, നിങ്ങൾ അതിൽ വേദനാവണ്ട. പക്ഷെ സേവനം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോക്കുണ്ടാവില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിലപാട് ആവർത്തിച്ച VK പ്രശാന്ത് മന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെന്ന് ഞങ്ങൾ ആരും സംശയിക്കുന്നില്ല. അദ്ദേഹം KSRTCയെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓരോന്നായിട്ട് അദ്ദേഹം അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ പ്രകടിപ്പിച്ച ഒരു കൺസേൺ നഗരവാസികളുടെ ഒരു കൺസേൺ ആണ്. അവരിപ്പോൾ ധാരാളമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് ഒഴിവാക്കുന്നത് അവരെ സംബന്ധിച്ച് പ്രയാസമായിരിക്കും. 110 ഇലക്ട്രിക് ബസ്സുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ നിലവിൽ സർവീസ് നടത്തുന്നത്. ഇതിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PME സേവയിൽ 950 ഇലക്ട്രിക് ബസ്സുകൾ കൂടി കിട്ടാനുണ്ട്. ബസ്സുകൾ വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചാൽ പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ഈ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ തീരുമാനത്തെ CPIM പാടെ തള്ളുന്നത്. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇപ്പോൾ വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. കാർബൺ ന്യൂട്രൽ നഗരം എന്ന നയപരിപാടി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് ബസ്സുകളൊക്കെ എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ബെഞ്ചിലെ ജഡ്ജിമാർക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം. മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, നിലവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നിവരുൾപ്പെടെ 5 പേർക്കാണ് ക്ഷണം. പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിന് ചോദ്യം ചെയ്ത് CPIM രംഗത്തെത്തി. അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിച്ചത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള 5-അംഗ ബെഞ്ചായിരുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമാകാൻ ബെഞ്ചിലെ 5 അംഗങ്ങളെയും ട്രസ്റ്റ് ക്ഷണിച്ചു. അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിച്ച ബെഞ്ചിലെ അംഗങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഉചിതമാകും എന്നതുകൊണ്ടാണ് ക്ഷണമെന്ന് ട്രസ്റ്റ് വിശദീകരിച്ചു. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വ്യക്തികളെ ക്ഷണിക്കാൻ BJPക്കും RSSനും എന്തധികാരമെന്ന് ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ചോദിച്ചു. ശ്രീരാമൻ എല്ലാവരുടേതുമാണ്. രാമക്ഷേത്രം സന്ദർശിക്കാൻ അതുകൊണ്ട് തന്നെ ആരുടെയും ക്ഷണം ആവശ്യമില്ല. विश्व का राम है, वो एक तबके का राम नहीं है. ये बात याद रखिएगा. ये जो फैला रहे हैं हिंदू हिंदू हिंदू, वो गलत है. ये अपने पुस्तकें नहीं जानते हैं. राम विश्व का राम है, याद रखिएगा. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പകുതി ദിവസം അവധി പ്രഖ്യാപിച്ച നടപടിയെ CPIMും വിമർശിച്ചു. കേന്ദ്ര സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് CPIMന്റെ ആക്ഷേപം. ഭരണകൂടം മതത്തിന്റെ നിറമില്ലാത്തതായിരിക്കണമെന്ന സുപ്രീം കോടതി മാർഗനിർദ്ദേശം നിലനിൽക്കുന്നുണ്ടെന്നും CPIM ചൂണ്ടിക്കാട്ടി. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ പാർട്ടികളുടെ നേതാക്കന്മാരിൽ ചിലർ അയോധ്യ സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാമനോടല്ല BJPയോടാണ് തങ്ങൾക്കുള്ള എതിർപ്പ് എന്നത് വ്യക്തമാക്കുകയാണ് ഈ സന്ദർശനം വഴി അവരുടെ ലക്ഷ്യം. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R രാധാകൃഷ്ണൻ. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. താൽക്കാലിക ക്ഷേത്രത്തിൽ നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കില്ല. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുള്ളവർക്ക് മാത്രമാണ് അയോധ്യ നഗരപരിധിയിൽ പ്രവേശനം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി സുപ്രധാനമാണ് അഗ്നിസ്ഥാപനം. പുതിയ ശ്രീരാമക്ഷേത്രത്തിലെ അഗ്നിസ്ഥാപന ചടങ്ങിന് ഇന്ന് 100-ൽ പരം സന്യാസിവര്യന്മാർ കാർമ്മികത്വം വഹിച്ചു. നവഗ്രഹ സ്ഥാപനവും ഇന്ന് പൂർത്തിയായി. ഹവനമടക്കമുള്ള ചടങ്ങുകളും ആരംഭിച്ചിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിലെ ഒരുക്കങ്ങളും സുരക്ഷാ സംവിധാനവും യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഇന്ന് വിലയിരുത്തി. പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അയോധ്യ മേയർ ഗിരീഷ് പതി ത്രിപാഠി ആവശ്യപ്പെട്ടു. पूरी तैयारी है और अच्छे से सारी तैयारियों को पिछले काफ़ी दिनों से हम लोग प्लान करके सारी चीज़ों को हम लोग कर रहे थे. तो
और कुल मिला के सारी तैयारियां प्रकाश की, सफाई की, पेयजल की, सैनिटेशन की, लोगों के रात्रि प्रवास की, ये सारी व्यवस्थाएं लगभग पूर्ण कर ली गई। അയോധ്യയിലെ താൽക്കാലിക രാമക്ഷേത്രത്തിലെ ദർശനം ഇന്ന് അവസാനിക്കും. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പുതിയ ക്ഷേത്രത്തിൽ 23 മുതലാണ് ഇനി ദർശനാനുമതി. താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹവും ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കും. ഉത്സവ വിഗ്രഹമായാകും താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല ഇനി കണക്കാക്കുക. അയോധ്യയിലേക്കുള്ള ട്രെയിനുകൾ 23-ാം തീയതി വരെ നിർത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രത്യേക ക്ഷണമനുസരിച്ച് വരുന്ന 7000-ഓളം പേർക്കും വോളണ്ടിയർമാർക്കും മാത്രമാകും ഇനി അയോധ്യയിലേക്ക് പ്രവേശനം. അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഉപഹാരമായ ഓണവില്ലുമായുള്ള യാത്രകളടക്കം അയോധ്യയിലെത്തും. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് അയോധ്യ ഇപ്പോഴുള്ളത്. 23-ാം തീയതി വരെ ഇത് തുടരും. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24 വാർത്താ സംഘം ദിവസങ്ങളായി അയോധ്യയിൽ നിന്ന് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ആർ രാധാകൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയം. RKM, അയോധ്യ ഒരുങ്ങിക്കഴിഞ്ഞുവല്ലോ. ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നത്തെ ഈ പൂജകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയായി. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള ഇന്നത്തെ ദിവസം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഗ്നിസ്ഥാപനം നടന്നു എന്നുള്ളതാണ്. ഒരു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അഗ്നിസ്ഥാപനം എന്നുള്ളത്. അഗ്നിക്ക് ആ ക്ഷേത്രത്തിൽ പ്രവേശനത്തിനായിട്ടുള്ള അനുവാദം അഗ്നിദേവനോട് ചോദിച്ച് വാങ്ങുന്നതാണ് ഈ ചടങ്ങിന്റെ ലക്ഷ്യം. നൂറുകണക്കിന് സന്യാസി വര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് വലിയ രീതിയിൽ ആചാരപരമായിട്ട് ഈ ചടങ്ങുകൾ നടന്നത്. നവഗ്രഹ സ്ഥാപനം അതായിരുന്നു ഇന്ന് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ്. നവഗ്രഹ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായിട്ട് നടന്നു വന്ന പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ഒക്കെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് പുതിയ ക്ഷേത്രത്തിൽ നവഗ്രഹ സ്ഥാപനം നടന്നു. ഈ സ്ഥിരം ക്ഷേത്രത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ പ്രതിദിന പൂജകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഹവനം അടക്കമുള്ള ചടങ്ങുകളും പൂജകളും ഇന്ന് നടക്കുകയുണ്ടായി. ഇനി അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് തുടർച്ചയായി ഉള്ള മണ്ഡല എന്ന ആചരണം, മണ്ഡലം സാധാരണഗതിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ പതിവില്ലെങ്കിലും കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ, ശബരിമല അടക്കമുള്ള സമയങ്ങളിൽ മണ്ഡല ആചരണം നമ്മൾ നടത്താറുണ്ട്. അതിന് സമാന്തരമായിട്ട് അയോധ്യയിലും മണ്ഡല ആചരണം നടത്തുന്നുണ്ട്. ഈ പ്രതിഷ്ഠ ചടങ്ങ് നടന്നതിന് തൊട്ട് അടുത്ത 48 ദിവസമായിരിക്കും മണ്ഡല കാലം എന്ന രീതിയിൽ അയോധ്യയിൽ ആചരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജകൾക്കും തുടക്കമായിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് തുടർച്ചയായി മണ്ഡലകാലം ആരംഭിക്കും എന്നുള്ളതാണ് ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. താൽക്കാലിക ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ദർശനത്തിനായിട്ട് ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഈ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ലയിൽ എത്തിയത്. ഈ രാംലല്ല ഇനി അവിടെ നിന്ന് ഗർഭഗൃഹത്തിലേക്ക്, പുതിയ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലേക്ക് തന്നെ മാറ്റും. ഇനി ഈ ഇപ്പോഴത്തെ ഈ രാംലല്ല ഉപയോഗിക്കുന്നത് ഉത്സവകാലത്ത് ഉള്ള എഴുന്നള്ളത്ത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ആയിട്ടായിരിക്കും. അതുകൊണ്ട് ഗർഭഗൃഹത്തിൽ തന്നെ പുതിയ രാംലല്ലയ്ക്ക് ഒപ്പം തന്നെയായിരിക്കും പഴയ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ലയുടെയും സ്ഥാനം. പൂജാ ചടങ്ങുകൾ നാളെ അടക്കമുള്ള ദിവസങ്ങളിലും തുടരും. അത് ഈ പ്രാണപ്രതിഷ്ഠ വരെയുള്ള ദിവസങ്ങളിലാണ് തുടരുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് അയോധ്യ. ഇന്ന് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് എത്തി ഈ സുരക്ഷാ ഒരുക്കങ്ങളും ഒപ്പം നടന്നുവരുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമെല്ലാം വിലയിരുത്തി അദ്ദേഹം അയോധ്യയിൽ തുടരുകയാണ്. ശരിയാണ്, നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങൾ കണ്ടതുമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തന്നെ അവിടെ നേരിട്ട് എത്തുന്നത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് അയോധ്യയിൽ നിന്ന്. KS ചിത്രയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളോട് യോജിപ്പില്ലെന്ന് MV ഗോവിന്ദൻ. ഏതെങ്കിലും അഭിപ്രായത്തിന്റെ പേരിൽ അവരെ തള്ളിക്കളയേണ്ട എന്നതാണ് CPIM നിലപാടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അവരെ സംബന്ധിച്ച് അവർ എടുത്ത ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ആകെ ചിത്രക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് യോജിപ്പില്ല. ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ തള്ളിപ്പറയേണ്ട കാര്യമില്ല. അവരെല്ലാം നമ്മുടെ നാടിൻ്റെ, രാജ്യത്തിൻ്റെ ഒരു സ്വത്താണെന്ന രീതിയിൽ തന്നെ നമ്മൾ കാണണം. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. കേന്ദ്ര സർക്കാരിനെതിരായ ഒന്നിച്ചുള്ള സമരത്തിന് ക്ഷണം നിരസിച്ച പ്രതിപക്ഷത്തെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനങ്ങളല്ല, രാഷ്ട്രീയമാണ് പ്രതിപക്ഷത്തിന് പ്രധാനമെന്നാണ് വിമർശനം. അതേസമയം സംയുക്ത സമരത്തിൽ പങ്കെടുക്കില്ലെന്നറിയിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി.
കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ ക്ഷണം UDF തള്ളി. മുന്നണിയിലെ എല്ലാ പാർട്ടികളും LDFുമായി ഒന്നിച്ചുള്ള സമരം വേണ്ടെന്ന നിലപാടെടുത്തതോടെയാണ് സംയുക്ത സമരത്തിന്റെ സാധ്യത അടഞ്ഞത്. ഇന്നലെ ഓൺലൈനായി ചേർന്ന അടിയന്തര UDF യോഗം ഇക്കാര്യം തീരുമാനിച്ചു. യോഗ തീരുമാനം പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കും. കത്തിലൂടെ മുഖ്യമന്ത്രിക്ക് വിഷയത്തിൽ മറുപടി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എല്ലാ ഘടകകക്ഷികളും ഏകകണ്ഠമായി പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവരുടെ കഴിവുകേടുമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കേന്ദ്രത്തിന്റെ അവഗണനയുണ്ട്. അത് ഞങ്ങളുടെ MP-മാർ ഡൽഹിയിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെ UDF നേരത്തെ തന്നെ സമരരംഗത്തുണ്ട് എന്നാണ് യോഗം വിലയിരുത്തിയത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചത് UDF MP-മാരാണ്. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയുമാണ്. ആദ്യം സർക്കാർ ധൂർത്ത് അവസാനിപ്പിക്കട്ടെ എന്നും UDF യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ക്ഷണം നിരസിച്ചത് സംസ്ഥാനത്ത് UDF-BJP ബന്ധത്തിന്റെ തെളിവെന്നാണ് LDFന്റെ നിലപാട്. 24 തിരുവനന്തപുരം. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടെന്ന് വെളിപ്പെടുത്തൽ. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുൻ ജോയിന്റ് സെക്രട്ടറി BVR സുബ്രഹ്മണ്യത്തിന്റേതാണ് ഗുരുതര വെളിപ്പെടുത്തൽ. മാധ്യമ കൂട്ടായ്മയായ ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ദേശീയ ബജറ്റ് രൂപീകരണ വേളയിൽ നടന്ന രഹസ്യ സാമ്പത്തിക ചർച്ചകളെക്കുറിച്ച് സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പ്രോഗ്രസ് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച സെമിനാറിലാണ് BVR സുബ്രഹ്മണ്യത്തിന്റെ വിവാദ വെളിപ്പെടുത്തൽ. 14th Finance Commission, why they did that? They raised the devolution to states to 42%. I was at the heart of the discussion, not hard, a tripartite discussion between Dr. Reddy, me and the Prime Minister. No finance ministry. Should it be 42 or 32 or some number in between? The previous number was 32. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% ഉയർത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയായതിനു പിന്നാലെയുള്ള ആദ്യ ബജറ്റിൽ സംസ്ഥാന വിഹിതം 33-ൽ നിന്ന് 42% വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ മാറ്റാൻ പിൻവാതിൽ ചർച്ചകൾ നടത്തി എന്നാണ് BVR സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയത്. ധനകാര്യ കമ്മീഷൻ വിസമ്മതിച്ചതോടെ സർക്കാരിന് 48 മണിക്കൂർ കൊണ്ട് ബജറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അല്ല, അങ്ങനെ പ്രധാനമന്ത്രിക്ക് പറയാൻ പാടില്ലല്ലോ. നീതി ആയോഗ് എന്ന് പറയുന്നത് പഴയ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നിരിക്കുന്ന സംവിധാനമാണ്. അത്രയും സ്ഥാപനങ്ങളെ നിയമിക്കുന്നത് തന്നെ സ്വതന്ത്രമായി ടാക്സ് ഡെവല്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഫെഡറലിസത്തെ തകർക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് ജയ്റാം രമേശും ആരോപിച്ചു. 24 ഡൽഹി. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചിയിൽ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അപമാനിക്കാനാണ് EDയുടെ ശ്രമമെന്നും ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. മസാല ബോണ്ട് കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനു ശേഷം ഇത് 2ാം തവണയാണ് ED നോട്ടീസ്. ജനുവരി 12-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഡോക്ടർ TM തോമസ് ഐസക് ഹാജരായിരുന്നില്ല. തിരക്കായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു വിശദീകരണം. ഇതിന് പിന്നാലെയാണ് പുതിയ നോട്ടീസ്. അപമാനിക്കാനാണ് EDയുടെ ശ്രമമെന്നും ഏതുവരെ പോകുമെന്ന് നോക്കട്ടെയെന്നും ഡോക്ടർ TM തോമസ് ഐസക്. ഒരു വർഷമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചതിൻ്റെ അപ്പുറം അറിഞ്ഞതിനപ്പുറം എന്താ ഉള്ളത്? അപ്പോൾ അവർ കോടതിയിൽ പോയിട്ടുണ്ട്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഈ 21, 22 എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ കണ്ടിട്ടൊന്നും ആയിരിക്കില്ല. നമ്മളെ ഹരാസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. കിഫ്ബിക്കായുള്ള ധനസമാഹരണത്തിന് മസാല ബോണ്ട് വാങ്ങിയതിൽ ഫെമ ചട്ടലംഘനമുണ്ടായെന്നാണ് ED കണ്ടെത്തൽ. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട്. നേതൃത്വത്തിന് നിർദ്ദേശം ലംഘിച്ച പ്രവർത്തകർ പ്രചാരണം ആരംഭിച്ചത് UDF-നും LDF-നും തലവേദനയായി. സോഷ്യൽ മീഡിയ അല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മലപ്പുറം ചങ്ങരംകുളത്ത് ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. മൂക്കുതല കണ്ണേങ്കാവ് ക്ഷേത്രോത്സവത്തിനിടെ ആയിൽ ഗൗരീനന്ദൻ എന്ന ആനയാണ് ഇടഞ്ഞത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സീറോ മലബാർ സഭ സിനഡ് സർക്കുലർ വായിക്കില്ലെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി. ഞായറാഴ്ച പള്ളികളിൽ സർക്കുലർ വായിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന് സുപ്രീംകോടതി സ്ഥിര ജാമ്യം അനുവദിച്ചു. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്താണ് നടപടി.
ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളായ 11 പേരും ഈ മാസം 21 കീഴടങ്ങണം എന്ന് സുപ്രീം കോടതി. കീഴടങ്ങാൻ സാവകാശം തേടി പ്രതികൾ സമർപ്പിച്ച ഹർജി തള്ളി. സ്വയം പ്രഖ്യാപിത ആൾദൈവം ഗുർമീത് റാം റഹീമിന് പരോൾ. ബലാത്സംഗ കൊലപാതക കേസുകളിൽ 20 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഗുർമീത് റാം റഹീം. 50 ദിവസത്തേക്കാണ് പരോൾ. മേക്കിംഗ് ഇന്ത്യ എന്നത് മേക്കിംഗ് വേൾഡ് എന്ന സങ്കല്പത്തിൽ ഉള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിയിൽ ലോകത്തിനു വേണ്ടി ഇന്ത്യ വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുമെന്നും പ്രധാനമന്ത്രി. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ലൊക്കേറ്ററായി പ്രവർത്തനം തുടങ്ങി. ലാൻഡറിൽ നാസ നിർമ്മിച്ച പേലോഡായ ലേസർ റിട്രോഫ്ലക്ടർ അറയിൽ നിന്നാണ് സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങിയത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കരുത്തരായ മുംബൈയെ പിടിച്ചുകെട്ടി കേരളം. ഒന്നാം ദിനം കേവലം 251 റൺസിന് മുംബൈയെ എറിഞ്ഞിട്ടു. 4 വിക്കറ്റ് വീഴ്ത്തിയ ശ്രേയസ് ഗോപാലാണ് കേരളത്തിനായി മികച്ച പ്രകടനം പുറത്തെടുത്തത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.